വോട്ടുചോരിയുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി തെക്ക് വടക്ക് നടന്ന ഒരു സംസ്ഥാനമാണ് ബീഹാർ. ഇപ്പോൾ ആ ബീഹാറിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആർക്കായിരിക്കും വിജയം കൊയ്യാൻ കഴിയുക? അതോടൊപ്പം തന്നെ ഈ ആരോപണം അവിടെ നിലനിൽക്കുന്നുണ്ടല്ലോ. അപ്പോൾ കൂടുതൽ ശ്രദ്ധ പുലർത്തണമല്ലോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇന്ത്യയുടെ ഇപ്പോൾ TN ശേഷന് മുമ്പ് ഉള്ള ഇലക്ഷൻ കമ്മീഷനും TN ശേഷന് ശേഷമുള്ള ഇലക്ഷൻ കമ്മീഷനും എന്നുള്ള രീതിയിൽ രണ്ടായിട്ട് നമ്മൾ വിഭജിച്ച് കാണാം. കാര്യം ശേഷൻ കൊണ്ടുവന്ന പരിഷ്കാരങ്ങൾ. അതേപോലെയാണ് ഇപ്പോഴത്തെ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത് ബീഹാറിന് മുമ്പും ബീഹാറിന് ശേഷവും എന്നുള്ള രീതിയിൽ ഇന്ത്യയുടെ ഇലക്ഷൻ ചരിത്രം മാറുക. വോട്ട് ചോരി എന്ന് പറയുന്ന ഒരു പ്രശ്നം ഇത്രയും വർഷമായിട്ട് നമ്മൾ സ്വാതന്ത്ര്യം കിട്ടി 1947 തൊട്ട് 25 വരെയുള്ള ഏകദേശം 75 വർഷങ്ങൾ നമ്മൾ പിന്നിടുമ്പോഴത്തേക്ക് ആ വോട്ട് ചോരി ചെയ്യാനുള്ള ഒരു അവസരം ഇന്ത്യയിൽ ആദ്യമായിട്ടുണ്ടായതല്ല. വോട്ട് ചോരി നടക്കുന്നുണ്ടാവാം, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല, നടക്കുന്നുണ്ട്. അത് സിസ്റ്റത്തിലുള്ള വീഴ്ചകൾ, നമ്മൾ വീണയുടെ സിസ്റ്റമല്ല, ഈ ഇലക്ഷൻ സിസ്റ്റത്തിനകത്തുള്ള ചില വീഴ്ചകൾ പലരും മുതലെടുക്കുന്നുണ്ടാവാം. അത് ഇത്രയും കാലം ഇന്ത്യയെ ഭരിച്ച ഒരു പാർട്ടി എന്നുള്ള രീതിയിൽ അതിന് വേണ്ട ചെറുത്തുനിൽപ്പുകളെല്ലാം ചെയ്യേണ്ടിയിരുന്നത് കോൺഗ്രസിൻ്റെ ചുമതലയായിരുന്നു. അവരത് ചെയ്തിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നതിൽ നിന്ന് തന്നെ മനസ്സിലാക്കുന്നത്. മാത്രമല്ല, ഇത്തരം കാര്യങ്ങളെ പറ്റിയിട്ട് ഇന്ത്യക്ക് വെളിയിൽ നടന്ന് സംസാരിക്കുമ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശത്തെയും ഉദ്ദേശശുദ്ധിയും നമുക്ക് ചോദ്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇദ്ദേഹം പറയുന്നൊരു വാക്ക് അദ്ദേഹത്തിന് വളരെ പ്രിയപ്പെട്ട വാക്കാണ്, ചോരി. ഈ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ചോരി എന്നുള്ള വാക്ക് നമ്മൾ ശ്രദ്ധിക്കുന്നത് ഏറ്റവും പ്രൊമിനൻ്റായിട്ട് പറഞ്ഞത് ഇദ്ദേഹത്തിൻ്റെ അച്ഛനെതിരായിട്ടാണ്. രാഹുൽ ഗാന്ധി ഈ ബോഫേഴ്സ് ഇടപാടിൽ അഴിമതി നടന്നു എന്ന് പറഞ്ഞപ്പോൾ ബോഫേഴ്സ് കമ്പനിയിൽ ചെന്ന് ഞാൻ ഇവിടുന്ന് കൈക്കൂലി വാങ്ങിച്ചിട്ടില്ല എന്ന സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്ന മഹാനാണ് രാഹുൽ ഗാന്ധിയുടെ പിതാവ്. അപ്പം അദ്ദേഹത്തിൻ്റെ മകനിൽ നിന്ന് ഇതിൽ കൂടുതലൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ അന്ന് നോർത്ത് ഇന്ത്യയിൽ മുഴുവൻ മുഴങ്ങിക്കേട്ട ഒരു മുദ്രാവാക്യമാണ് ഗലി ഗലി മേ ഷോർ ഹേ. ഷോർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉച്ചത്തിൽ വിളിക്കുന്നു എന്നുള്ളതാണ്. രാജീവ് ഗാന്ധി ചോർ ഹേ. അപ്പോൾ ഈ ചോരി എന്ന് പറയുന്ന വാക്ക് പുള്ളിക്കാരൻ ഡിറൈവ് ചെയ്തേക്കുന്നത് സ്വന്തം അച്ഛൻ്റെ പേരിൽ നിന്ന് തന്നെ ആയിരിക്കാനാണ് സാധ്യത. അതുകൊണ്ടാണ് അച്ഛനെ നാട്ടുകാർ വിളിച്ച പേരിൽ ഞാൻ പറയുന്നില്ല. അത് ഇന്ത്യ രാഷ്ട്രീയത്തിൽ മുഴങ്ങിക്കേട്ട ഒരു മുദ്രാവാക്യമായിരുന്നു, ഗലി ഗലി മേ ഷോർ ഹേ. ഞാൻ ആ സമയത്തൊക്കെ നോർത്ത് ഇന്ത്യയിലായിരുന്നു. ഗലി ഗലി മേ ഷോർ ഹേ, രാജീവ് ഗാന്ധി ചോർ ഹേ. അപ്പം നെഹ്റുവിൻ്റെ ഇന്ദിരയുടെയും മകനെ പറ്റിയിട്ട് ഇങ്ങനെ ഒരു സംസാരം ഉണ്ടാക്കിയിരുന്നുണ്ടെങ്കിൽ അത് യഥാർത്ഥത്തിൽ ശരിക്കും അവരുടെ പാരമ്പര്യത്തിൽ നിന്നല്ല, ഇദ്ദേഹത്തിൻ്റെ ഇറ്റാലിയൻ കണക്ഷനിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അപ്പം അമ്മയായിട്ട് അച്ഛൻ ഉണ്ടാക്കി കൊടുത്തൊരു പേര് മകൻ എടുത്ത് ഉപയോഗിക്കുന്നു. അപ്പോൾ പാരമ്പര്യമായിട്ട് അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്, അച്ഛൻ്റെ അമ്മയുടെയൊക്കെ വകയാണ്, അതുകൊണ്ട് അവർക്ക് ഉപയോഗിക്കാൻ അത് തെറ്റൊന്നുമില്ല. അപ്പോൾ ഈ ചോരി നടക്കുന്നത് കൊണ്ട് ഇപ്പം വോട്ടർ അവകാശ യാത്ര നടത്തി പുള്ളിക്കാരൻ നടത്തുന്ന യാത്രയൊക്കെ നല്ലതാണ്, ആൾക്കാരിൽ ബോധവൽക്കരിക്കാൻ നല്ലതാണ്. പക്ഷേ ഇദ്ദേഹം ഉണ്ടാക്കുന്ന ഡേഞ്ചറുകളെ പറ്റിയിട്ട് ബോധവൽക്കരിക്കാനാണ് അത് ഉപയോഗിക്കുന്നത് എന്നുള്ള ഒരു വിരോധം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷനുമായിട്ട് അദ്ദേഹം കൊമ്പ് കോർക്കാൻ കാരണം ബീഹാറിൽ ശരിക്കുള്ള ക്രെഡൻഷ്യൽസ് കാണിക്കാൻ പറ്റാത്തവരെ വോട്ടർ പട്ടികയിൽ നിന്ന് 60 ലക്ഷത്തോളം പേരെ ഒഴിവാക്കിയെന്നുള്ളതാണ്. ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു സ്വതന്ത്ര പരമാധികാര ബോഡിയാണ്. നമ്മുടെ ഇതൊരു അപ്പോയിൻമെൻറ്റിനകത്ത് രാഷ്ട്രീയമുണ്ട്. ഈ രാഷ്ട്രീയം ഉണ്ടാക്കിയത് ഇതിന് വേണ്ടിയിട്ട് ഇലക്ഷൻ കമ്മീഷണർമാരെ അപ്പോയിൻറ്റ് ചെയ്യുന്നതിൽ രാഷ്ട്രീയം പാടില്ല എന്ന് സുപ്രീം കോടതി വരെ പോയത് TN ശേഷനാണ്. ഒരു ഇലക്ഷൻ കമ്മീഷണർ മതി, ബാക്കി ഒരൊറ്റ ഇലക്ഷൻ കമ്മീഷണർ ആയിരുന്നു ആ സമയത്ത്. അപ്പോൾ ശേഷന് മൂക്കുകയറിടാൻ വേണ്ടിയിട്ടാണ് ഈ അഡീഷണൽ കമ്മീഷണർമാരെ നിയമിച്ചത്. അതെല്ലാം കോൺഗ്രസിൻ്റെ ഒത്താശയോടെ കോൺഗ്രസ്സുകാർ തന്നെ ചെയ്തതാണ്. ഈ ഇലക്ഷൻ കമ്മീഷണറുടെ നിയമനത്തിൽ രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇലക്ഷൻ കമ്മീഷണർക്ക് മൂക്ക് കയറിടാൻ വേണ്ടിയിട്ട് അഡീഷണൽ കമ്മീഷണർമാരെ നിയമിച്ചത് കോൺഗ്രസിൻ്റെ സർക്കാരിൻ്റെ സമയത്താണ്. അപ്പോൾ ഈ ബീഹാറിലെ ഇലക്ഷനിനകത്ത് പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബീഹാർ നമ്മളെ ബോർഡറുമായിട്ട് ഒരുപാട് ബന്ധപ്പെട്ട് കിടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അതിൽ ശരിക്ക് ഇന്ത്യൻ പൗരന്മാരെന്ന് തെളിയിക്കാൻ പറ്റാത്തവർ, അപ്പോൾ ഇതിനകത്ത് ഒരുപാട് നമ്മൾ പറഞ്ഞു വരുമ്പോഴത്തേക്ക് ഒരുപാട് തെറ്റിദ്ധാരണകൾ വരുത്തുന്ന രീതിയിലാണ് വരുന്നത്. അവരെയൊക്കെ പാകിസ്ഥാനിലോട്ടേക്കും നിങ്ങൾക്ക് കറക്റ്റായിട്ട് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാം. ഇപ്പോൾ നമ്മളൊരു എയർപോർട്ടിൽ ചെല്ലുന്നു, ആ എയർപോർട്ടിൽ ചെന്നിട്ട് നമ്മുടെ പാസ്പോർട്ടും നമുക്കത് പ്രൂവ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മൾ പുറത്തോട്ട് പോകും. നമുക്ക് പുറത്തു പോകാൻ പറ്റുന്നുണ്ട്, ഇല്ലെങ്കിൽ നമുക്ക് പോകാൻ പറ്റത്തില്ല. അത് ഒരു സിസ്റ്റത്തിൻ്റെ ഒരു രീതിയാണത്. ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ കൊണ്ടുവരാൻ പോകുന്ന പുതിയ നിയമങ്ങളിലൊന്ന് ക്യൂവിൽ നിൽക്കുന്നവരുടെ ഐഡൻറ്റിറ്റിയാണ് ഇപ്പോൾ ചെക്ക് ചെയ്യുന്നത്. ഇപ്പോൾ പുതുതായിട്ട് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ക്യൂവിൽ കയറുന്നതിന് മുമ്പ് തന്നെ ഇവരുടെ ഐഡൻറ്റിറ്റിയുടെ
സാധുത അവർ പരിശോധിച്ചിട്ടേ ക്യൂവിൽ നിർത്തുള്ളൂ. പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിൽ നമ്മൾ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലും കാണാറുണ്ട്. വൈകുന്നേരം ഒരു 4:45 ആകുമ്പോഴത്തേക്ക് ഒരു 500 പേര് വന്ന് പെട്ടെന്ന് ബൂത്തിലങ്ങ് നിൽക്കും. അവിടെ ക്രമസമാധാന പ്രശ്നമായി വെടിവയ്പ്പായി, അപ്പോൾ കുറേ പേര് അങ്ങ് വോട്ട് ചെയ്യും. ഇപ്പോൾ വോട്ടർമാരുടെ എണ്ണം, ഓരോ ബൂത്തിലെയും വോട്ടർമാരുടെ എണ്ണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം കുറച്ച് ആൾക്കാർ മാത്രമേ ശ്രദ്ധിക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ. അപ്പം ഇലക്ഷൻ പ്രോസസ്സിൽ ഒരു സുതാര്യത കൊണ്ടുവരുന്ന കാര്യം ഒന്ന് അതാണ്. രണ്ട് പ്രധാനപ്പെട്ട മറ്റൊരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുഖം മൂടി ധരിച്ചെത്തുന്നവരുണ്ടാവും. അത് ഏത് മതവിഭാഗത്തിൽപ്പെട്ടവരായിക്കോട്ടെ, സിഖുകാരായിക്കോട്ടെ, മുസ്ലിം ആയിക്കോട്ടെ, ഹിന്ദു ആയിക്കോട്ടെ, മുഖം മൂടി ധരിച്ചെത്തുന്നവർ, പ്രത്യേകിച്ച് സ്ത്രീകളാണെങ്കിൽ അവരുടെ മുഖം മൂടി മാറ്റി പരിശോധിക്കുന്ന ഒരു സംവിധാനം നമ്മളിൽ ഇല്ലായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ അത് ഇലക്ഷൻ കമ്മീഷൻ സ്ട്രിക്റ്റായിട്ട് ഇത്തവണ വേണമെന്ന് പറയുകയും അതിന് വേണ്ടിയിട്ട് സംസ്ഥാനത്തെ അംഗൻവാടി ടീച്ചർമാർ, അവർ ലേഡീസാണല്ലോ, അംഗൻവാടി ടീച്ചർമാർ, അവർക്ക് പുരുഷന്മാരുടെ മുൻപിലല്ലേ അവരുടെ മുഖത്തിൻ്റെ മറ മാറ്റാൻ പാടില്ല എന്നുള്ളൂ. അപ്പോൾ അംഗൻവാടി ടീച്ചർമാർ നോക്കി വെരിഫൈ ചെയ്തതിന് ശേഷം ഈ ആധാർ കാർഡ്, ഈ ഇലക്ഷൻ കാർഡ് കൊണ്ടുവന്ന ആളും, എപ്പിക് എന്ന് പറയും, ഇലക്ഷൻ കാർഡ് കൊണ്ടുവരുന്ന ആളും ഈ മുഖമുള്ള ആളും ഒരാളാണോ എന്ന് നോക്കാനുള്ള ചുമതല അംഗൻവാടി ടീച്ചർമാരെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ആരുടെയും മതപരമായിട്ടുള്ള സെൻറ്റിമെൻറ്റ്സ് വ്രണപ്പെടാതിരിക്കാനുള്ള വളരെ പക്വമായ ഒരു തീരുമാനമാണ് ഇലക്ഷൻ കമ്മീഷണർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ ഒരു ചേഞ്ച് ഇന്ത്യയിൽ ഇപ്പോൾ ബീഹാറിൽ മാത്രമല്ല, ഇനി ഇതിന് ശേഷം ഒരു 4-5 സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നുണ്ട്. അവിടെയൊക്കെ ഈ പ്രശ്നമുള്ളതാണ്. ആസാം, കേരള, വെസ്റ്റ് ബംഗാൾ, തമിഴ്നാട്. ഇതിൽ ആസാമിൽ ഈ പ്രശ്നമുണ്ട്. ആസാമിൽ ഇപ്പം കേരളത്തിലെ രീതിയിലല്ല ആസാമിലെയും ബംഗാളിലെയും പ്രശ്നം വേറൊന്നാണ്. അപ്പോൾ ആസാമിൽ ഇപ്പോൾ ബോറ എന്ന് പറയുന്നത് അവിടുത്തെ ഒരു കാസ്റ്റാണ്. നമ്മുടെ ഇന്ത്യയിലെ ഇപ്പം കേരളത്തിലെ നായർ കാസ്റ്റ് മാതിരി ബോറ എന്ന് പറയുന്ന പേരാണ്. അപ്പം ബംഗാളിലും ആസാമിലും മതം മാറുന്നവർ അവരുടെ ടൈറ്റിൽ ഉപയോഗിക്കാറില്ല, അവരുടെ സർനെയിം മാറാറില്ല. അവരുടെ സർനെയിം അങ്ങനെ തന്നെ ആയിരിക്കും. അവർ ഗുപ്ത എന്ന് തന്നെ ആയിരിക്കും അവരുടെ പേര്. പക്ഷേ അവർ അബ്ദുൾ റഹ്മാൻ ഗുപ്ത ആയിരിക്കും. അലോക് കുമാർ ഗുപ്തയിൽ നിന്ന് അബ്ദുൾ റഹ്മാൻ ഗുപ്തയായിട്ട് മാറുമ്പോഴത്തേക്ക് AK ഗുപ്ത എന്ന് തന്നെ ആയിരിക്കും അയാളുടെ പേര്. അപ്പം നമ്മൾ നോക്കുമ്പോഴത്തേക്ക് അയാൾ പേര് വെച്ചിട്ട്, നാമധാരം വെച്ചിട്ട് നമുക്ക് നോക്കാൻ പറ്റത്തില്ല. കാര്യം ഒരു ഷോർട്ട് ഫോം ഉപയോഗിക്കുമ്പോഴത്തേക്ക് ഇവരെല്ലാവരും ഒരേ ടൈറ്റിൽ തന്നെ ആയിരിക്കും ഉപയോഗിക്കുന്നത്. ആസാമിൽ ഞാൻ വളരെ ശ്രദ്ധിച്ചിട്ടുണ്ട്. ബംഗാളിലും അങ്ങനെയാണ്. ഘോഷ് എന്ന് പറയുന്ന ഒരുപാട് മുസ്ലിംസ് ഉണ്ട്. അപ്പോൾ അവർ ഹിന്ദുവാണോ മുസ്ലിമാണോ ബംഗ്ലാദേശിയാണോ ബംഗാളിയാണോ എന്ന് നമുക്ക് അസപ്റ്റൈൻ ചെയ്യാൻ പറ്റത്തില്ല. ഈ ഡേഞ്ചർ നമ്മൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ, കേരള രാഷ്ട്രീയത്തിലൊക്കെ പൊതുവെ പലരും വെറുക്കുന്ന ഒരാളാണ് നമ്മുടെ താക്കറെ. ഇപ്പോൾ താക്കറേജി ഇതൊരു 30 വർഷത്തിന് മുമ്പ്, 40 വർഷത്തിന് മുമ്പേ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഈ ബംഗ്ലാദേശികൾ ബംഗാളി എന്നുള്ള പേരിൽ ഇന്ത്യയിൽ കടന്നു കയറുന്നത് ചെറുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ അന്ന് വെറുത്തത് കേരളത്തിലുള്ളതാണ്. പറഞ്ഞാൽ കേരളത്തിലുള്ളവരൊക്കെ അങ്ങനെ ഓടിക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ്, ബംഗ്ലാദേശിൽ നിന്നും ബംഗാളി സംസാരിച്ച് ബോംബെയിൽ വന്ന് അവിടെ പ്രശ്നം ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് അന്നേ നമ്മൾ ചെവി കൊടുത്തില്ല. അന്ന് നമ്മൾ പറയുകയാണെങ്കിൽ പറയാം അവരൊക്കെ ന്യൂനപക്ഷ വിരുദ്ധരാണ്, മറ്റ് പ്രശ്നങ്ങളാണെന്ന് പറയാം, ശിവസേനക്കാർ ഹിന്ദു തീവ്രവാദികളാണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ആ ഡേഞ്ചർ ഇപ്പോൾ കേരളത്തിൽ പെരുമ്പാവൂരിലെത്തിയിട്ടുണ്ട്. ഇവർക്കൊന്നും ശരിയായിട്ടുള്ള ഐഡൻറ്റിഫിക്കേഷൻ ഇല്ല. നമ്മൾ അതിഥികളെന്നും പറഞ്ഞുകൊണ്ട് അവരെയൊക്കെ നമ്മൾ പാർപ്പിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 35 ലക്ഷത്തോളം അന്യ സംസ്ഥാന തൊഴിലാളികൾ കേരളത്തിൽ നിലവിലുണ്ടെന്നാണ് സർക്കാരിൻ്റെ കണക്ക്. അവർക്കൊക്കെ കേരളത്തിലെ പൗരത്വം കൊടുത്തു കഴിഞ്ഞാൽ, കേരളത്തിലെ വോട്ടവകാശം കൊടുത്തു കഴിഞ്ഞാൽ, അവർക്ക് ഇന്ത്യൻ പൗരന്മാരെന്നുള്ള രീതിയിൽ അവർക്കൊക്കെ കേരളത്തിലെ വോട്ടവകാശം കൊടുത്തു കഴിഞ്ഞാൽ വരാൻ പോകുന്നത് കേരളത്തിലെ ഭരണം ബംഗാളികൾ തീരുമാനിക്കുന്ന ഒരു അവസ്ഥയിലോട്ട് പോകും. കാര്യം കേരളത്തിൽ എല്ലാ തവണയും ഈ ഇലക്ഷൻ്റെ ഒരു ബാലൻസിങ് എന്ന് പറയുന്നത് 3 to 5 lakh വോട്ടാണ്. അപ്പോൾ 35 ലക്ഷം വോട്ട് ബംഗാളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കെമിസ്ട്രി കംപ്ലീറ്റ് മാറിപ്പോകും. അടുത്ത ഇലക്ഷന് സംഭവിക്കാൻ പോകുന്നതാണ്. അപ്പോൾ അവർക്ക് വോട്ട് കിട്ടുമെന്നുള്ള ഒരു ധാരണയിൽ CPM വ്യാപകമായിട്ട് ഈ അന്യ സംസ്ഥാന തൊഴിലാളികളെ ഇലക്ടർ റോളിൽ ചേർക്കുന്നുള്ളതായിട്ടുള്ള വിവരം കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ബംഗ്ലാദേശിൽ ഈ ഒരു ഇപ്പോൾ നമ്മൾ ബീഹാറിൽ തുടങ്ങിയെങ്കിലും ഇത് കത്തിപ്പടരാൻ പോകുന്നതും ഒത്തിരി ആൾക്കാരെ നമ്മൾ ഇലക്ടർ റോളിൽ നിന്ന് പുറത്താക്കാൻ പോകുന്നതും SIR വന്നിട്ട് അത് പുറത്താക്കാൻ പോകുന്നത് ആസാമിലെയും വെസ്റ്റ് ബംഗാളിലെയും തമിഴ്നാട്ടിലെയാണ്. കേരളത്തിലും ഉണ്ട്, എന്നാലും ഇത്രത്തോളം കേരളത്തിലുണ്ടാവും തോന്നില്ല. കാര്യം കേരളത്തിലെ മുസ്ലിം സമുദായത്തിലുള്ള ആൾക്കാർ
ഇടപഴകി ജീവിക്കുന്നവരാണ്, മിക്കവാറും എല്ലാവരും പരസ്പരമൊക്കെ അറിയാമെന്നുള്ളവരാണ്. എന്നാൽ അവിടെയും ഈ മുഖം മൂടി ധരിച്ചുള്ള വോട്ടിങ്ങിന് കേരളത്തിലും അത് നല്ലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം ശരിക്കുള്ള ജനകീയമായിട്ടുള്ള, പ്രത്യേകിച്ച് കാസർഗോഡ് മേഖലയിൽ ഇപ്പോഴും അത് തുടരുന്നുണ്ടല്ലോ. അല്ല, എവിടെ ആയിക്കഴിഞ്ഞാൽ ഇലക്ഷൻ കമ്മീഷന്റെ കൃത്യമായിട്ടുള്ള ഡയറക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഖം പരിശോധിച്ചിട്ട് വോട്ട് ചെയ്താൽ മതി, മുഖം കാണിക്കാൻ പറ്റാത്തവർ വോട്ട് ചെയ്യണ്ട എന്ന് തന്നെയാണ് ഇലക്ഷൻ കമ്മീഷന്റെ തീരുമാനം. അല്ല, അപ്പോൾ ഈ വഴിയൊരുക്കിയത് രാഹുൽ ഗാന്ധിയാണോ? അദ്ദേഹത്തിന്റെ ശക്തമായ നിലപാടാണോ? അതെ, പ്രത്യേകിച്ച് ഇലക്ഷൻ കമ്മീഷനുമായിട്ട് പുള്ളിക്കാരൻ കൊളിഷൻ ചെയ്യാൻ പോയതായിരുന്നു പുള്ളിക്കാരന് പറ്റിയ ഏറ്റവും വലിയ വിനയും ഇന്ത്യൻ ജനാധിപത്യത്തിന് അത് ഏറ്റവും വലിയ ഒരു സംഭാവനയും നൽകിയെന്ന് വേണം പറയാൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ ഇൻഡയറക്റ്റ് ആണെങ്കിലും നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. ഈ വോട്ട് ചോരി എന്നുള്ള വിഷയം നമ്മൾ എന്നും സജീവമായിട്ട് തന്നെ നിൽക്കണം. ഒരു വോട്ടും കള്ളവോട്ട് വരാൻ പാടില്ല. അതിന് നമ്മൾ ഓരോ പൗരനും നമ്മൾ ജാഗരൂകരായിരിക്കണം. നമ്മൾ അടുത്ത് നിൽക്കുന്ന ആൾ നമുക്കറിയാവുന്ന ആളാണോ എന്ന് നോക്കിയാൽ തീരാന്നുള്ളതേ ഉള്ളൂ ഈ പ്രശ്നം. നമ്മുടെ ഇലക്ഷനിൽ നമ്മുടെ വോട്ടിങ്ങിൻ്റെ ക്യൂവിൽ നിൽക്കുമ്പോൾ നമ്മൾ അടുത്ത് നിൽക്കുന്ന ആൾ നമുക്കറിയാവുന്ന ആളാണോ എന്ന് നോക്കിയാൽ തീരാന്നുള്ളതേ ഉള്ളൂ പ്രശ്നം. ഇവരതിനല്ല സംഭവിക്കുന്നത്. കേരളത്തിലെ ഇലക്ഷനെ പറ്റിയിട്ട് എല്ലാവർക്കും അറിയാം. പാർട്ടി ഗ്രാമങ്ങളുണ്ട്, അവിടെയൊക്കെ അവർ പറയുന്ന രീതിയിലാണ് വോട്ട് നടക്കുന്നതും അവിടെയുള്ള പോലീസിനെ വെച്ചാണ് മാനേജ് ചെയ്യുന്നതും. അപ്പോൾ അതും കേരളത്തിൽ അന്യസംസ്ഥാന പോലീസിനെ കൊണ്ടുവന്ന് കുറച്ചുകൂടെ സ്ട്രിക്റ്റാക്കി കൊണ്ടുപോകാനുള്ള ഒരു സംവിധാനം ഇലക്ഷൻ കമ്മീഷനിൽ പലരും അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. അത് വരുന്ന മുറയ്ക്ക് കേരളത്തിൽ അടുത്ത തവണത്തെ ഇലക്ഷനിൽ ഒരുപാട് ചേഞ്ചസ് കാണാൻ പറ്റും. കാര്യം കഴിഞ്ഞ തവണ തന്നെ ശ്രീ അടൂർ പ്രകാശ് 1 ലക്ഷത്തോളം കള്ളവോട്ട്, 1,75,000 ഇരട്ട വോട്ടുകൾ ഉണ്ടെന്ന് അദ്ദേഹം തന്നെ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ തെളിയിച്ചതാണ്. അതേ രീതിയിൽ ഇലക്ഷൻ കമ്മീഷൻ തയ്യാറാക്കുന്ന വോട്ടർ പട്ടിക നമ്മൾ പ്രോഗ്രാം ചെയ്യുന്ന രീതിയിൽ ജനങ്ങൾക്ക് സപ്പോസ് ഒരു എക്സൽ ഷീറ്റായിട്ടോ അല്ലെങ്കിൽ മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡാറ്റയായിട്ട് ആൾക്കാർക്ക് കൊടുക്കുകയാണെങ്കിൽ, അവരുടെ വെബ്സൈറ്റിൽ കൊടുക്കുകയാണെങ്കിൽ ഇരട്ട വോട്ടുകൾ സാധാരണ ജനങ്ങൾക്ക് കണ്ടുപിടിക്കാനും അത് ഇലക്ഷൻ കമ്മീഷൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാനും പറ്റുമെന്നുള്ളതാണ് വരാൻ പോകുന്ന പുതിയ ഒരു പരിഷ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.